ഒട്ടുമിക്ക പേഷ്യൻസിനും പല്ലെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡൗട്ട് ഇത് എപ്പോൾ വെക്കാം എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലർക്ക് പല്ല് വേണ്ടി വരും. കാര്യം ഓഫീസിലൊക്കെ ആണെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരു ഇമ്മീഡിയറ്റ് ഡെഞ്ചർ പല്ലെടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വെക്കുന്നതിന് യാതൊരു തകരാറുമില്ല. പക്ഷേ ഐഡിയലി ഒരു 3 മാസം കഴിഞ്ഞ് മോണയെല്ലാം ഷ്രിങ്ക് ചെയ്ത് പെയിനൊക്കെ മാറി ബോൺ നല്ലതായിട്ട് കാൽസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഞ്ചർ ഉപയോഗിക്കുന്ന പേഷ്യൻറ്റിന് കാലങ്ങളോളം അത് ഉപയോഗിക്കാൻ പറ്റും. 2 തരത്തിലാണ് നമ്മൾ പല്ല് വെക്കുന്നത്. റിമൂവബിൾ ഡെഞ്ചേഴ്സുമുണ്ട്, ഫിക്സ്ഡ് ഡെഞ്ചേഴ്സുമുണ്ട്. റിമൂവബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പല്ലെടുത്തു കഴിഞ്ഞ് മോണ ചുരുങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പല്ലെടുത്ത് വെക്കുന്ന ആ പോർഷൻ മുറിവിലെ മേളിൽ പല്ല് വെക്കുമ്പോൾ അവർക്കത് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകാം. എന്നാൽ പല്ലില്ലാതെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ഇപ്പോൾ ആൻറ്റീരിയർ ഡെഞ്ചേഴ്സ്, ആൻറ്റീരിയർ ടൂത്ത് എക്സ്ട്രാക്ഷൻസിൻ്റെ സമയത്താണെങ്കിൽ മുമ്പിലുള്ള പല്ലുകൾ നമുക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലായിട്ട് ഒരു ഊരുന്ന പല്ല് വേണേൽ വെച്ച് കൊടുക്കാം. അത് ടെമ്പറൈസേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 പല്ലുകളെ അതിൻ്റെ ആ പല്ലുകളുടെ വലിപ്പം അനുസരിച്ച് റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യുന്നത് ഒരു രീതിയും, പിന്നെ ഇംപ്ലാന്റ്സ് അത് ഒരു പല്ലാണെങ്കിലും മൾട്ടിപ്പിൾ ടൂത്ത് ആണെങ്കിലും ഫിക്സ്ഡ് ഓപ്ഷനിൽ ഒരു ചിന്തിക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണത്.